പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ 10-ലായിരിക്കും ലഭ്യമാകുക. പ്രേക്ഷകർ സദയം സഹകരിച്ചാലും. ശത്രുസംഹാരം കഴിപ്പിക്കാൻ എന്നെ പറഞ്ഞു വിട്ടത് സുമേഷ. അത് അമൃതയുടെ അറിവോടും സമ്മതത്തോടും കൂടിയാ. അതുകൊണ്ട് ഇവിടെ എന്നെ കാണാൻ വരുന്നത് പോലും അമൃത അറിയരുതെന്ന് ഞാൻ പറഞ്ഞത്. ആരാ ഇപ്പൊ അവരുടെ രണ്ടുപേരുടെ ശത്രുക്കളെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. ആരാ? അമൃതയുടെയും സുമേഷിന്റെയും സ്വർഗത്തിലെ 4 കട്ടുറുമ്പുകളാ മക്കളെ നിങ്ങള്. അവരുടെ ജീവിതത്തിലേക്ക് ഒരു ബാധ്യതയായി കടന്നു ചെല്ലുക നിങ്ങളിപ്പോ. ഇന്ന് അമൃതേച്ചി പറഞ്ഞോ? അവൾ എന്നോട് പറയില്ലല്ലോ. പക്ഷേ ചെറുപ്പം മുതലേ മനസ്സ് തുറന്ന് സംസാരിക്കുന്നതേ സുമേഷിനോടാ. അവര് തമ്മില് വലിയ ഇഷ്ടത്തിലായിരുന്നു. അതുപോലും നിങ്ങളോട് ഇന്ന് വരെ അമൃത തുറന്നു പറഞ്ഞിട്ടുണ്ടോ? പുറമേ കാണുന്നത് പോലെയൊന്നും അല്ല അമൃത. അവള് സുമേഷിനോട് പറഞ്ഞതേ, ഈ ഭാരം താങ്ങി താങ്ങി ഞാൻ മടുത്തൂന്നാ. എന്ന് വെച്ചാ ഈ ഭാരം എന്ന് പറയുന്നത് നിങ്ങളല്ലേ? അല്ലേ? ഇതുവരെ നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടില്ലായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ അവരുടെ ഒരു രീതികൾ വെച്ച് നിങ്ങൾക്കത് മനസ്സിലാവും. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾക്ക്. ആണോ? ഓ, അപ്പൊ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞങ്ങളിപ്പോ എന്ത് ചെയ്യണം? ചേച്ചി വിട്ട് പോണോ? ഓ, എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അമൃതയുടെയും സുമേഷിന്റെയും ആഗ്രഹം അതാ. സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തുന്നതാ മക്കളെ നല്ലത്. അല്ലെങ്കിൽ പിന്നെ സ്വൈരക്കേടാവും. ദേ, ഞാൻ എന്റെ മോൻ പറഞ്ഞത് നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാം നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ഇറക്കി വിടുന്നതിനേക്കാളും നല്ലത് ഇറങ്ങി പോകുന്നതാ. ആ, എന്നാ ഞാൻ ചെല്ലട്ടെ മക്കളെ. ചെന്നിട്ട് വേണം അടുപ്പത്ത് അരിയിടാൻ. ശരി മക്കളെ. ഹലോ. ആ, ഞാനാ കലാവതി, അംബിക. മനസ്സിലായി. അംബികയുടെ നമ്പർ എനിക്ക് കാണാൻ പടമാണല്ലോ. എന്തായി? നമ്മള് വരച്ച വരയിൽ എത്തുമോ അനിയത്തിമാരുന്നാലും? എങ്കിലേ അംബിക വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കൂ. എനിക്ക് പറയാൻ പറ്റുന്ന പോലെയൊക്കെ ഞാൻ കുത്തിത്തിരിച്ച് വിട്ടിട്ടുണ്ട്. അവളുമാര് വിശ്വസിച്ച മട്ട. ഇനിയൊക്കെ കലാവതി നോക്കിക്കോണം. എനിക്ക് അമൃതയെ മാത്രം മതി. ബാക്കി 4 എണ്ണവും കലാവതിയുടെ കയ്യില. അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതിലൊന്നും ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. 4 എണ്ണത്തിനെ 4 വഴിക്ക് വിടും ഞാൻ. കിട്ടുന്ന ഓരോ അവസരവും പഞ്ചരത്നത്തിനെതിരെ പ്രയോഗിക്കും ഞാൻ. തെറ്റിദ്ധരിപ്പിച്ചും തമ്മിലടിപ്പിച്ചും അമൃതയിൽ നിന്ന് അകറ്റും അനിയത്തിമാരെ ഒന്നൊന്നായി. ആ, മതി, അത് മതി.